ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. IMCയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 1 വർഷം അല്ലെങ്കിൽ 6 മാസ ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഗവൺമെന്റ് ITI നിലമ്പൂർ. കരുളായി പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയ UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിത ജനമാധ്യമത്തിൽ തുറന്നു കാട്ടിയതിലുള്ള വെപ്രാളമാണ് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള UDF ആരോപണമെന്ന് CPM നേതാക്കൾ പറഞ്ഞു. നാട്ടിലെ റോഡ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ച മെയിൻ്റനൻസ് ഗ്രാന്റ് റോഡ് ഫണ്ട് ചെലവഴിച്ചില്ല എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഗഡു കിട്ടിയത് 2023 ഏപ്രിൽ മാസത്തിലാണ്. 43 ലക്ഷം രൂപ അന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ രണ്ടാം ഗഡു കിട്ടിയത് 2023 നവംബർ മാസത്തിലാണ്. അന്ന് വെറും 43 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ മൊത്തം 86 ലക്ഷം രൂപ 2023 നവംബർ മാസത്തിൽ തന്നെ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്. എന്നാൽ ആ 2024 മാർച്ച് മാസം 31 വരെ റോഡ് ഫണ്ട് ഇനത്തിൽ ചെലവഴിച്ചത് 24 ലക്ഷം രൂപ മാത്രം, അതായത് വെറും 18%. ഇതിനാരാ? സംസ്ഥാന സർക്കാരാണ് ഇതിന് ഉത്തരവാദി. ഇതിന് മറുപടി പറയേണ്ടതാണ് UDF ഭരണസമിതി തന്നെയല്ലേ. 91 റോഡ് സ്പില്ലോവർ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം പൂർത്തീകരിക്കേണ്ടിയിരുന്നു. അതിൽ 55 എണ്ണം പൂർത്തീകരിച്ചില്ല. അതിപ്പോ ഈ വർഷം സ്പില്ലോവർ ആയിട്ട് വരിക. അത് ഈ 18% തുക എന്ന് പറയുന്നത് 20% തുക മാത്രമേ സർക്കാർ സ്പില്ലോവറായിട്ട് അനുവദിക്കുള്ളൂ. വലിയ തോതിലുള്ള നഷ്ടം റോഡ് വികസനം. പഞ്ചായത്തിന് ലഭിച്ച ഫണ്ട് ചെലവഴിച്ചില്ല എന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഉന്നയിച്ചത്. റോഡ് വികസനത്തിന് ലഭിച്ച ഫണ്ടാണ് കൂടുതലായി നഷ്ടപ്പെട്ടത്. ഈ ഇനത്തിൽ 2023 ഏപ്രിൽ മാസത്തിലും 2023 നവംബർ മാസത്തിലും 2 ഗഡുക്കളായി 86 ലക്ഷം രൂപ പഞ്ചായത്തിന് ലഭിച്ചതാണ്. അതിൽ 24 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചത്. കുടിവെള്ള പദ്ധതികൾക്കും ഡ്രെയിനേജ് നിർമ്മാണത്തിനുമുള്ള ധനകാര്യ കമ്മീഷൻ ഫണ്ട് 3 ഗഡുക്കളായി ലഭിച്ചതുൾപ്പെടെ 1.77 കോടി രൂപ അക്കൗണ്ടിൽ ഉള്ളതിൽ 66 ലക്ഷം മാത്രമാണ് ചെലവഴിച്ചത്. ലഭിച്ച ഫണ്ട് ചെലവഴിക്കാൻ യഥാസമയം ഒരു നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിയത്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ലാപ്സായാൽ അതിന്റെ നഷ്ടം ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമാണ്. ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും സമരം നടത്തിയതും എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാകുമെന്ന് മനസ്സിലാകുന്നില്ല. സ്വന്തം കെടുകാര്യസ്ഥിതിയും കഴിവുകേടും മറച്ചുപിടിച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ജനം തിരിച്ചറിയുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുളായി. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.